ദൈവവചനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി അത് പ്രസ്താവിക്കുമ്പോൾ കഷ്ടപ്പാട്, വേദന മുതലായവ നേരിടാനുള്ള സഹനശക്തി കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരെ പട്ടണം കാക്കുന്ന കാവൽക്കാരോടാണ് ബൈബിൾ ഉപമിച്ചിരിക്കുന്നത്. ഒരു കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാകുമല്ലോ. നാം നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട്. ജീവസന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. തൻ്റെ ജനത്തിൻ്റെ അനുസരണക്കേട് നിമിത്തം അവരോടൊപ്പം കഷ്ടം സഹിക്കേണ്ടി വരുന്ന യെഹെസ്കേൽ പ്രവാചകനിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെയാണ് നമ്മൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേഷത്തിൽ മനുഷ്യനായി തീർന്ന ദൈവപുത്രനെ ധ്യാനിക്കുവാൻ ഈ ക്ലാസ്സുകൾ ഉപകരിക്കട്ടെ. ക്രിസ്തു പറഞ്ഞത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല. ന്യായവിധിയുടെ ദൂത് ദൈവം നൽകിയത് അവരെ ശിക്ഷിപ്പാനല്ല, വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. യെഹെസ്കേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിക്കായി പ്രവാചകനെ ദൈവം തൻ്റെ ശക്തി ധരിപ്പിക്കുന്നതിനെയാണ് നാം കാണുന്നത്. ദൈവം പറയുകയാണ്, യെഹെസ്കേലേ, ഞാൻ നിന്നെ അയക്കുന്നത് മര്യാദയില്ലാത്തതും എന്നെ എതിർക്കുന്നതുമായ ഒരു കൂട്ടത്തിലേക്കാണ്. അവർ എൻ്റെ വാക്ക് കേൾക്കയില്ല, അവർ നിൻ്റെ വാക്കും കേൾക്കാൻ പോകുന്നില്ല. എന്നാലും നീ ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കണം. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇനിയും എന്ത് ചെയ്യണമെന്ന് ദൈവം അവനോട് പറയുന്നത് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ 15-ാം വാക്യം വായിക്കട്ടെ. അങ്ങനെ ഞാൻ കേബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തയിടത്ത് തന്നെ എത്തി അവരുടെ മധ്യേ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ, ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. കാവൽക്കാരൻ എന്ന നിലയിലുള്ള പ്രവാചകൻ്റെ കർത്തവ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാവൽക്കാരൻ്റെ ജോലി ദൈവം യെഹെസ്കേലിന് നൽകുകയാണ്. ദൈവം അവനോട് പറയുന്നു, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കുകയോ അവർ തങ്ങളുടെ പാപത്തിൽ മരിക്കുകയോ ചെയ്താൽ അവരുടെ മരണത്തിന് നീ ഉത്തരവാദിയായിരിക്കും. എന്നാൽ നീ മുന്നറിയിപ്പ് നൽകുകയും ഉപദേശിക്കുകയും അവർ അത് കേൾക്കാതെ പാപത്തിൽ തുടരുകയും അതിൽ മരിക്കുകയും ചെയ്താൽ നീ അതിന് ഉത്തരവാദിയായിരിക്കുകയില്ല. പ്രിയ സുഹൃത്തെ, ദൈവവചനം നൽകുന്ന ഒരു ശുശ്രൂഷകൻ്റെ സ്ഥാനത്തായിരിക്കുന്നത് ഞാൻ വാസ്തവത്തിൽ ഇഷ്ടപ്പെടില്ല മാനുഷികമായി. കാരണം അങ്ങനെയായാൽ ഒരിക്കൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധിക്ക് മുൻപിൽ കുറ്റക്കാരനായി തീരും എന്നതാണ് ആ പേടി. ദൈവവചനം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തി അത് പ്രസ്താവിക്കുന്നതിൽ കഷ്ടപ്പാടുകളും വേദനകളും നേരിടാനുള്ള സഹനശക്തി കാണിക്കേണ്ടതുണ്ട്. യെഹെസ്കേലിൻ്റെ ഉത്തരവാദിത്വം ഇതായിരുന്നു. ദൈവം ഈ ജോലിക്ക് തക്ക വ്യക്തിയെ തിരഞ്ഞെടുത്തു. അവൻ വളരെ കടുപ്പമുള്ള വ്യക്തിയായിരുന്നു. അക്കാലത്ത് ചുറ്റുമതിലുള്ള പട്ടണങ്ങളിലെ കാവൽക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് ഉണ്ടായിരുന്നത്. സുരക്ഷിതത്വത്തിനായി പട്ടണത്തിന് മതിലുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അതിൻ്റെ വാതിൽ അടച്ചിടുമായിരുന്നു. എന്നിട്ട് കാവൽക്കാരൻ ആ മതിലിന് മുകളിൽ കയറി
ഇരുട്ടേറിയ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവൽ നിൽക്കുമായിരുന്നു. പരിശീലനം സിദ്ധിച്ച അവൻ്റെ കണ്ണുകൾ കൂരിരുട്ടുള്ള രാത്രിയിലും പട്ടണത്തിന് ചുറ്റിലും ഇങ്ങനെ ചൂഴി നിറങ്ങി ചെല്ലുമായിരുന്നു. തഴക്കം വന്ന അവൻ്റെ ചെവികൾ ഓരോ ശബ്ദവും തിരിച്ചറിയുവാൻ തക്കവണ്ണം ശ്രദ്ധാപൂർണമായിരിക്കും. അപകടത്തിൻ്റെ വരവും ശത്രുവിൻ്റെ ആ വരവും അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാവൽക്കാരനെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 62 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. 127 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം സുപരിചിതമാണല്ലോ. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു എന്ന്. എബ്രായ സംസ്കാരത്തിൽ കാവൽക്കാർ രാത്രി തോറും 3 കാവൽ ചെയ്യുമായിരുന്നു. അതായത് 3 ഷിഫ്റ്റ് ആയിരുന്നു അവരുടെ ജോലി. അവർ രാത്രിയിൽ കാവൽ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഇരുട്ട് വീഴുമ്പോൾ മുതൽ അർദ്ധരാത്രി വരെ 1 കാവൽ, അർദ്ധരാത്രി മുതൽ കോഴി കൂകും വരെ 2 കാവൽ. ഏകദേശം രാത്രി 2 മണിയോട് ആകുന്നു ഈ 3-ാമത്തെ യാമം ആരംഭിക്കുന്നത്. തുടർന്ന് നേരം വെളുക്കുന്നത് വരെ 3-ാം കാവൽ. പ്രഭാതമായി എന്ന് വിളിച്ചറിയിക്കേണ്ടതും 3-ാം കാവൽക്കാരൻ്റെ ചുമതലയായിരുന്നു. റോമാക്കാർ കാവലിനായി രാത്രിയെ 4ആയി വിഭജിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാവൽക്കാരും കാവലും എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ കാലത്തെ പരിപാടിയാണെന്നും അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയെന്നും എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ ആവശ്യമില്ലെന്നുമൊക്കെ ആയിരിക്കാം നാം ഒരുപക്ഷെ ചിന്തിക്കുക. എന്നിരുന്നാലും കാവൽക്കാരൻ്റെ ആവശ്യമുണ്ട് എന്നത്രേ വീണ്ടും നാം കാണുന്നത്. രാത്രി മുഴുവനും പട്ടണത്തിൽ റോന്തു ചുറ്റുന്ന പോലീസുകാർ കാവൽക്കാരാണ്. എന്നിട്ടും കൊള്ളയും കവർച്ചയും മുറ പോലെ നടക്കുന്നുണ്ട്. യുക്തിപരമായി ഞാൻ വിചാരിക്കുന്നത് നിയമത്തിൻ്റെയും പൗരന്മാരുടെയും കൂടുതൽ സഹകരണം പോലീസിന് ആവശ്യമുണ്ട് എന്നത്രേ. നാം അവർക്ക് പിന്നിൽ നിൽക്കണം. അവരിൽ ചിലർ തങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കണമോ അതല്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അവരുടെ കർത്തവ്യത്തെ നാം മാനിക്കണം. രാത്രികാലത്ത് അവർ നമുക്ക് സുരക്ഷിതത്വം തരുന്നതിനെ നാം ആദരിക്കണം. എന്നാൽ നാം നിയമവിരുദ്ധമായ പാതയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എങ്കിൽ അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും എന്നത് തീർച്ചയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കാവൽക്കാരന് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, ഒരു കാഴ്ചപ്പാടും, അതായത് തിരിച്ചറിയുന്നതിനുള്ള കഴിവും ഉണ്ടായിരിക്കണം എന്നത്രേ. രാത്രിയിൽ വരുന്ന ശത്രുവിനെ തിരിച്ചറിയുവാനുള്ള കഴിവും കാവൽക്കാരനുണ്ടായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ സമൂഹത്തിൻ്റെ കാവൽക്കാരാണ്. അപകടത്തിൻ്റെ വരവ് കണ്ടറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുവാൻ അങ്ങനെയുള്ളവർ കഴിവുള്ളവരായിരിക്കണം. പണ്ട് ആരോ എഴുതി വെച്ച കുറിപ്പുകളുടെ പട്ടിക ക്രമമനുസരിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്ന കാവൽക്കാരൻ്റെ പണി ഒരിക്കലും ശരിയായി പോകുകയില്ല. അപ്പോഴപ്പോൾ നേരിടുന്ന അപകടങ്ങളിൽ നിന്നും ജനത്തെ രക്ഷിക്കുന്നതിനായി അതിനനുസരിച്ചുള്ള ദൈവവചന മുന്നറിയിപ്പുകൾ നൽകുവാൻ കാവൽക്കാരന് കഴിയണം. അത്തരത്തിലുള്ള ദൂതുകൾ നൽകുവാൻ അവൻ ഉത്തരവാദിത്വപ്പെട്ടിരിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായ്ക കൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ദൈവകൃപയിൽ നിന്ന് വീഴുവാൻ സാധിക്കും എന്ന് വാദിക്കുന്ന ചിലർ ഈ വായിച്ച ഭാഗം എടുത്തുപയോഗിക്കാറുണ്ട്. രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള വാദമാണത്. എന്നാൽ ദൈവവചനത്തിലില്ലാത്ത ഒരു പഠിപ്പിക്കലാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മാത്രമാണ് കൃപയിൽ നിന്നും വീണുപോയി എന്ന പ്രയോഗം. കൃപയിൽ നിന്ന് വീണുപോയി, ഗലാത്യർ 5:4. പക്ഷേ അവിടെ പറയുന്നത് എന്താകുന്നു എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അവിടെ പറയുന്നത് ആത്മരക്ഷയെക്കുറിച്ചല്ല, പിന്നെയോ
കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ എങ്കിലും കൃപയാൽ ജീവിക്കേണ്ടതിന് പകരം ന്യായപ്രമാണത്തിൻ്റെ ആ താഴ്ന്ന നിലയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കർമാനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ആ ശ്രമം. ഗലാത്യ ലേഖനത്തിൻ്റെ പ്രധാന പഠിപ്പിക്കൽ നാം രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണെന്നും നാം ജീവിക്കേണ്ടത് കൃപയാൽ തന്നെ ആകുന്നു എന്നും അത്രേ. ഇവിടെ യെഹെസ്കേലിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം കാണുന്നത്. അവൻ്റെ നീതിപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ജീവിതം കണക്കിടുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ അവൻ നീതിപ്രവൃത്തികൾ വളരെ നന്നായി തന്നെ ചെയ്യും. എന്നാൽ ഞെരുക്കത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും സാഹചര്യത്തിൽ അവൻ ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം. അത് അവനെ ശിക്ഷാവിധിക്ക് യോഗ്യനാക്കുന്നു. അവൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലത്രേ അവനെ പരീക്ഷിച്ച് അവൻ ദൈവപൈതലാകുന്നുവോ അല്ലയോ എന്ന് അറിയുന്നത്. ഇത് ന്യായപ്രമാണത്തിൻ്റെ രീതിയാകുന്നു. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൃപയുടെ കീഴിലാണ്. ഇന്ന് നീതിയെ കണക്കിടുന്നത് അല്പം വ്യത്യസ്തമായ വിധത്തിലാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം ഇന്ന് നീതീകരിക്കപ്പെടുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാകുന്നു, വിശ്വാസം മൂലം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്നത്രേ. യഥാർത്ഥ ക്രിസ്തു വിശ്വാസികളുടെ അവസ്ഥ നാം പ്രത്യേകമായി മനസ്സിലാക്കണം. യഥാർത്ഥ വിശ്വാസികളും ഇന്ന് പാപത്തിൽ വീണേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഒരിക്കലും അവൻ മനഃപൂർവ്വം പാപം ചെയ്യുകയോ പാപത്തിൽ ജീവിക്കുകയോ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പാപം പ്രാക്ടീസ് ചെയ്യുകയോ പാപത്തിൽ തുടരുകയോ ചെയ്യില്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അഥവാ പാപത്തിൽ തുടരുന്നില്ല എന്നാണ് അവിടെ വരേണ്ടത്. ഒരു ക്രിസ്തു വിശ്വാസി പാപത്തിൽ വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ സാധ്യത അവനുണ്ട്. അതേ സുഹൃത്തെ, പിതാവിൻ്റെ മുമ്പിൽ നമുക്കായി മധ്യസ്ഥനായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അനുതപിച്ച് പാപത്തെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മെ യഥാസ്ഥാനത്താക്കുന്നു. യെഹെസ്കേലിൽ അധികം ഊന്നൽ നൽകിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള മനുഷ്യനിലല്ല, പിന്നെയോ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. ഈ പറഞ്ഞ ഭാഗത്ത് അതാണ് വിഷയം. ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ജനത്തിന് കാവൽക്കാരൻ മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. ഇനി 22-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. ഒരു കാവൽക്കാരനായിരിക്കുന്ന യെഹെസ്കേലിനോട് ജനത്തെ വിട്ടുപോകുവാൻ ദൈവം ഇപ്പോൾ പറയുകയാണ്. ദൈവത്തിൽ നിന്നും ഈ ജനം എന്തുമാത്രം പിന്തിരിഞ്ഞിരിക്കുന്നു എന്നും അവരുടെ വിശ്വാസത്യാഗം എത്രമാത്രം എന്നും അറിയുവാനായി 7 ദിവസം യെഹെസ്കേൽ അവരോടൊപ്പം താമസിച്ചിരുന്നു. ഇപ്പോൾ അവരെ വിട്ടുപോകുവാൻ ദൈവം അവനെ വിളിക്കുകയാണ്. 23-ാം വാക്യത്തിൽ, അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കെബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണ് വീണു. ഒരു കാവൽക്കാരനായിരിക്കുന്ന ആ അവസ്ഥയിൽ അവൻ ചെയ്യേണ്ടത് എന്തെന്നും അവൻ്റെ പ്രവർത്തനം നിർവഹിക്കേണ്ടത് എങ്ങനെയെന്നും ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്. ദൈവമഹത്വം പ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നുണ്ട്. എന്താണ് മഹത്വം? ചിലർ പറയുന്നത് ഈ മഹത്വം എന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാകുന്നു എന്നത്ര. ഇത് തികച്ചും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായ ഒന്നാകുന്നു മഹത്വം. അതിനളവുണ്ടോ? അതിനെന്തുമാത്രം വലിപ്പമുണ്ട്? അതിൻ്റെ ആകൃതി എന്താണ്? ഇങ്ങനെയൊക്കെ താങ്കൾ ഇപ്പോൾ സംശയിക്കുകയാണോ? ഞാൻ പറയാം, ദൈവമഹത്വത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയുടെ അത്രയും വലിപ്പമുണ്ട്. ദൈവവചനം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് 19-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. എൻ്റെ സുഹൃത്തെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. അത് മനോഹരമാണ്. എൻ്റെ സ്വർഗം
ഒരു മനോഹര സ്ഥലമാക്കാൻ പോകുകയാണ്. അത് എത്ര സുന്ദരമായിരിക്കും! മഹത്വം അതിനെ അലങ്കരിക്കുന്നു. തൻ്റെ മഹത്വത്താൽ ദൈവം വസ്ത്രാലങ്കൃതനായിരിക്കുന്നു. മഹത്വത്തിന് ശ്രേഷ്ഠതയുണ്ട്, രാജകീയ പ്രൗഢിയുണ്ട്. 8-ാം സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വല്ലഭത്വം അതാണ്. അത് പ്രകാശപൂരിതവും അമൂല്യവും വിശുദ്ധവുമാകുന്നു. ഒടുവിലായി മഹത്വം ബഹുമാനത്തെയും പ്രതാപത്തെയും പ്രദർശിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അത്യുന്നതനായ ദൈവം രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകുന്നു എന്ന് നാം കാണുന്നു. അതെ, ദൈവത്തിൻ്റെ നാമം തൻ്റെ മഹത്വത്തെയും പ്രതാപത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. യെഹെസ്കേൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടു. 24-25 വാക്യങ്ങളിൽ, അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നോട് സംസാരിച്ചു. നീ ചെന്ന് നിൻ്റെ വീട്ടിനകത്ത് കതകടച്ച് പാർക്ക. എന്നാൽ മനുഷ്യപുത്ര, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു, അല്ലേ? ഈ വാക്യത്തിൻ്റെ സാധാരണ വ്യാഖ്യാനം യെഹെസ്കേലിനെ വീടിന് പുറത്തു കൊണ്ടുപോകുവാനായി ശത്രു അവനെ വരിഞ്ഞു കെട്ടിയെന്നാണ്. എങ്ങനെയായാലും ആ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കാൻ യെഹെസ്കേൽ ആഗ്രഹിച്ചു. അവർ അവനെ കയറുകൊണ്ട് കെട്ടിയതിനാൽ അവന് പുറത്തു പോകുവാൻ കഴിയുകയുമില്ല. ഇതേക്കുറിച്ച് ഏറെ പറയുന്നത് എന്തിന്? ദൈവം അവന് നൽകിയ ആ ദൃഷ്ടാന്തം അവൻ അഭിനയിക്കുവാൻ പോകുകയാണ്. അതിൽ ഒരെണ്ണമാണിത്. പല ദൃഷ്ടാന്തങ്ങൾ അവൻ അഭിനയിച്ചു. ഇവിടെ വേറൊരെണ്ണം. അവൻ തൻ്റെ വീട്ടിനുള്ളിൽ കയറി തന്നെത്താൻ ബന്ധനസ്ഥനാകുന്നു. എന്തിനാണെന്നറിയാമോ? അതെ, മത്സരികളായ തൻ്റെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നവരെ കാണിക്കാൻ. 26-27 വാക്യങ്ങളിൽ, നീ ഊമനായി അവർക്ക് ശാസകനാകാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നാവിനെ നിൻ്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. അവർ മത്സരഗ്രഹമല്ലോ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിൻ്റെ വായ് തുറക്കും. നീ അവരോട്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ മത്സരഗ്രഹമല്ലോ. യെഹെസ്കേലിൻ്റെ ജോലി എന്താണെന്നോ? യഹോവ ഇപ്രകാരം പറയുന്നു എന്ന് പറയുക. ആ ജനം കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം എന്നാണ് അവനോട് പറഞ്ഞത്. ഈ മനുഷ്യൻ ഇപ്പോൾ ജനത്തോട് ദൈവത്തിൻ്റെ വചനം പറയണം. അവന് സംസാരിക്കാനുള്ള സമയം ഇത് മാത്രമാണ്. മറ്റ് സമയങ്ങളിൽ അവൻ ഊമനായിരിക്കണം. ദൈവത്തിൻ്റെ വചനം മാത്രമേ അവൻ അവർക്ക് നൽകുവാനുണ്ടായിരുന്നുള്ളൂ. ഇനി നാം 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 4-5 അധ്യായങ്ങളിൽ യെഹെസ്കേൽ ജനത്തിനു മുൻപിൽ ചില ദൃഷ്ടാന്തങ്ങളും അത് കൂടുതൽ വിവരിക്കുവാൻ അഭിനയിക്കുന്നതുമായി നാം കാണുന്നു. ഈ സമയത്ത് യെരുശലേം നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നോർക്കണം. ബാബേലിലെ പ്രവാസികൾക്കിടയിൽ കള്ളപ്രവാചകന്മാർ സമാധാനം വരുവാൻ പോകുകയാണെന്നും അവർ സ്വന്തം നാട്ടിലേക്ക് ഉടൻ മടങ്ങാൻ പോവുകയാണെന്നും ഒക്കെ വീറോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യെഹെസ്കേലാകട്ടെ യിരെമ്യാവ് പറഞ്ഞതിനെ, അതായത് അവർ 70 വർഷം ബാബേൽ പ്രവാസത്തിൽ കഴിയേണ്ടി വരുമെന്നും യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. യെരുശലേമിൻ്റെ ന്യായവിധിയാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 4-ാം അധ്യായത്തിൽ യെരുശലേം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നും ജനത്തിന് യാതൊരു സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ഒരു ദൃഷ്ടാന്തത്തിലൂടെ യെഹെസ്കേൽ ജനത്തെ കാണിക്കാൻ പോവുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടികയെടുത്ത് നിൻ്റെ മുൻപിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക. ഇഷ്ടിക എന്നത് അക്കാലത്തെ എഴുതുവാനുള്ള ഒരു വസ്തുവായിരുന്നു. ബാബിലോന്യർ തങ്ങളുടെ രേഖകൾ എഴുതി സൂക്ഷിക്കുവാൻ കളിമണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നാം കാണുന്നു. എഴുത്തുള്ള ഇത്തരം അനേകം ഇഷ്ടികകൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഏകദേശം ചതുരാകൃതിയായിരുന്നു. 14 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമാണ് സാധാരണ അവയ്ക്കുണ്ടായിരുന്നത്.
നമ്മുടെ ഇക്കാലത്തുള്ള ടൈൽസ് ഉണ്ടല്ലോ, അതുപോലെ ടൈൽസ്. പ്രവാചകൻ എടുത്ത ഇഷ്ടികയിൽ യെരുശലേം പട്ടണത്തിൻ്റെ ആ പടം വരയ്ക്കുക എന്നതായിരുന്നു യെഹെസ്കേലിന് നൽകപ്പെട്ട ജോലി. അവൻ എങ്ങനെ അത് ചെയ്തു എന്നെനിക്കറിയില്ല. അതിനുശേഷം അവൻ ആ ഇഷ്ടിക ഉടച്ചു. പട്ടണം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്നായിരുന്നു ആ പ്രത്യേക പ്രവർത്തനത്തിലൂടെ അവൻ വെളിപ്പെടുത്തിയത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വയ്ക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധത്തിൽ ആകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗൃഹത്തിന് ഒരടയാളം ആയിരിക്കട്ടെ. ഈ പടം വരച്ചതിന് ശേഷം അവനൊരു ഇരുമ്പ് ചട്ടിയെടുത്ത് തനിക്കും താൻ പട്ടണത്തെ വരച്ച ഇഷ്ടികയ്ക്കും മധ്യത്തിൽ വെച്ച് ദൈവം ആ പട്ടണത്തിനും തനിക്കും മധ്യേ ഒരു മതിൽ വെച്ചിരിക്കുന്നു എന്ന് അവരെ കാണിച്ചു. പട്ടണത്തിൻ്റെ നാശം മാറ്റമില്ലാത്തതായിരുന്നു. അതിനെ തടയാൻ കഴിയില്ല. ഈ ജനത്തിന് തൻ്റെ സന്ദേശം നൽകാൻ ദൈവം ഉപയോഗിച്ച വഴി എത്ര ആശ്ചര്യകരമല്ലേ. ഇഷ്ടികയുടെ അല്ലെങ്കിൽ ആ ടൈലിൻ്റെ ഈ അടയാളം യെരുശലേമിൻ്റെ ഉപരോധത്തെ ചിത്രീകരിക്കുന്നതായിരുന്നു. ഇരുമ്പ് ചട്ടിയുടെ രണ്ടാമത്തെ അടയാളം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യമായ ന്യായവിധിയെയാണ്. അതായത് ഭയങ്കരമായ കഷ്ടതകളിലൂടെ ആ ജനം കടന്നു പോകേണ്ടി വരും എന്നത് തന്നെ. മൂന്നാമത്തെ ഒരു അടയാളം യെരുശലേമിൻ്റെ മേൽ വരുന്ന വിശേഷാലുള്ള ശിക്ഷാവിധിയെയാണ് വിവരിക്കുന്നത്. അപ്പത്തിൻ്റെ അടയാളമാണത്. 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചരിഞ്ഞ് കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 390 ദിവസം അത് തിന്നേണം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളേണം. വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 1/6 ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നേണം. അവർ കാൺകെ നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടേണം. ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. ഇത് ഭയങ്കരമായ ഒരു അടയാളമാണല്ലേ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു പ്രകടനമാണ് ഇവിടെ കാണുന്നത്. ഈ നിർദ്ദേശങ്ങൾ നമ്മിൽ അനേകർക്കും ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. എന്നാൽ യെഹെസ്കേലിനെ സംബന്ധിച്ച് ഇത് പ്രത്യേകാൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം ഒരിക്കലും അശുദ്ധമായത് തിന്നിട്ടില്ലാത്തൊരു പുരോഹിതനായിരുന്നു ഈ യെഹെസ്കേൽ. അവൻ പറയുന്നത് ശ്രദ്ധിക്കൂ. 14-ാം വാക്യത്തിൽ, അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് ഒരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല. ഞാൻ ബാല്യം മുതൽ ഇന്നുവരെ താനേ ചത്തതിനെയോ പറിച്ച് കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല. അറപ്പായുള്ള മാംസം എൻ്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. കള്ളപ്രവാചകരുടെ തുടർച്ചയായുള്ള വാഗ്ദാനത്തിനെതിരായി ഇപ്പോൾ പട്ടണവും ജനങ്ങളും നഷ്ടപ്പെടാൻ പോവുകയാണ്. കള്ളപ്രവാചകന്മാർ പറഞ്ഞു അവർക്കൊന്നും സംഭവിക്കില്ല എന്ന്. എന്നാൽ യഥാർത്ഥ സ്ഥിതി എന്താകുന്നു എന്ന് യെഹെസ്കേൽ അവരോട് പറഞ്ഞു. വരുവാനിരിക്കുന്ന ഭയങ്കര കാര്യങ്ങളെ വിവരിക്കുന്നതാണ് ഈ ഓരോ അടയാളങ്ങളും. അതുപോലെ യെഹെസ്കേൽ അനുസരിച്ചു എന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് ചേരുന്നതായിരിക്കില്ല. എന്നാൽ ദൈവത്തിനറിയാം എന്താണ് അതുകൊണ്ട് അവൻ ചെയ്തെടുക്കുവാൻ പോകുന്നതെന്ന്. ആ ഉറപ്പ്, ആ വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ ഒരിക്കലും നാം അമാന്തിക്കില്ല, മടി കാണിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവം താങ്കളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുവാൻ സമർപ്പിച്ചിട്ടുണ്ടോ? അതോ ഇന്നും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ആ മനോഭാവമാണോ? ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളെ അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. പാപത്തിൽ തുടരുന്നവർക്ക് പ്രത്യാശയുടെ വചനങ്ങൾ നൽകി കള്ളപ്രവാചകന്മാർ അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്.
എന്നാൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. മാനസാന്തരപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ നമ്മെ അസ്വസ്ഥരാക്കുവാൻ സാധ്യതയുള്ളതിനാൽ ദൈവത്തിൻ്റെ ദൂതനെ മനസ്സിലാക്കുവാനും ദൈവശബ്ദം തിരിച്ചറിയുവാനുള്ള ചെവിക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൂതാകുന്നു.